ഹായ് ഓൾ, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനിയാണ്. അതായത് ഫോറിൻ കോർപ്പറേഷനിലെ ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് പിറവിയെടുക്കുന്നത്, അല്ലേ? അതായത് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ദ 18th century. CR ഫേ പറഞ്ഞ ഡയലോഗാണ്, അല്ലേ? അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് രൂപപ്പെട്ട സഹകരണ പ്രസ്ഥാനങ്ങൾ ഇംഗ്ലണ്ടിൽ വളരെ വലിയ ഖ്യാതി നേടുകയും പിന്നീട് ലോകരാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ കടന്നു ചെല്ലുകയും ചെയ്തതാണ് ചരിത്രം. അങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിലും സഹകരണ പ്രസ്ഥാനങ്ങൾ പിറവിയെടുക്കുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ പോലെ തന്നെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി. അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇംഗ്ലണ്ടിനെ പോലെ തന്നെ വളരെ വലിയ സ്വീകാര്യത ലഭിച്ച ഒരു രാജ്യമാണ് യൂറോപ്പിലെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും ജർമ്മനിയും. ഇംഗ്ലണ്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജന്മദേശമാണെങ്കിൽ വായ്പാ പ്രസ്ഥാനങ്ങളുടെ ക്രാഡിൽ അല്ലെങ്കിൽ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ജർമ്മനി. അതായത് ജർമ്മനി ഈസ് കൺസിഡേർഡ് ആസ് ദ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ കോപ്പറേഷൻ്റെ മെക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ജർമ്മനിയെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മദീന എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. സോ ജർമ്മനി ഈസ് കൺസിഡേർഡ് ആസ് ദ മദീന ഓഫ് കോപ്പറേഷൻ. അതുപോലെ ജർമ്മനിയെ മറ്റൊരു പേരിലും വിശേഷിപ്പിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സിറ്റാഡൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നും വിശേഷിപ്പിക്കുന്നു. അതായത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ജർമ്മനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഗവൺമെൻറ് യൂറോപ്പിലേക്ക് പറഞ്ഞുവിട്ട ഫെഡറിക് നിക്കോൾസൺ യൂറോപ്പിൽ ചെന്നിട്ട് പ്രധാനമായിട്ടും പഠിച്ചത് 3 മോഡൽസിനെയാണ്. ഒന്ന്, ഇംഗ്ലണ്ടിലെ ക്രൊക്കഡൈൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി, ലോകത്തിലെ ആദ്യത്തെ വിജയം കണ്ട സഹകരണ പ്രസ്ഥാനമായിട്ടുള്ള റബ്സിൻ്റെ മോഡല്. അതുപോലെ തന്നെ ജർമ്മനിയിലെ റൈഫീസൺ, റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജർമ്മനിയിലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവായിട്ടുള്ള ഫാദർ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള റൈഫീസൻ്റെ മോഡല്. മൂന്നാമതായിട്ട് അർബൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വേൾഡിലെ പിതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജർമ്മനിയിലെ മറ്റൊരു സഹകാരിയായിട്ടുള്ള ഷൂൾസിൻ്റെ മോഡല്. അപ്പോൾ 2ഉം 3ഉം ഞാനിപ്പോൾ പറഞ്ഞ 2ഉം 3ഉം മോഡലുകൾ ജർമ്മനിയിലെ ആയതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CSEB എക്സാമുകളിൽ ചോദ്യങ്ങൾ കണ്ടുവരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം പോലും ജർമ്മനിയിൽ നിന്ന് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഈ ഒരു ക്ലാസ്സിലൂടെ വരുന്ന CSEB എക്സാമിന് നമുക്ക് 1 മാർക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുക, 1 മാർക്ക് ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജർമ്മനിയെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിക്കുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജർമ്മനി ഈസ് കൺസിഡേർഡ് ടു ബി ദ ക്രാഡിൽ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. നമ്മുടെ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ രൂപീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ പാസ് ചെയ്ത നിയമവും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനാണ് പ്രാധാന്യം നൽകപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ക്രാഡിൽ അല്ലെങ്കിൽ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് എന്നു പറയുന്നത് ജർമ്മനി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ജർമ്മനിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ക്രാഡിൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ ആ ക്രെഡിറ്റിനകത്ത് തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ
എന്താണ് ക്രാഡിൽ കളിത്തൊട്ടിൽ എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? ജർമ്മനി തന്നെയാണ്. അതുമാത്രമല്ല, ക്രെഡിറ്റിനകത്ത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഇതിൻ്റെ എല്ലാം തന്നെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ജർമ്മനിയാണ്. അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അതുപോലെ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ജർമ്മനിയാണ്. പക്ഷേ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ല, പിന്നെന്താണ്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്താണെന്ന് നമുക്കറിയാം. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് അഗ്രികൾച്ചറിൽ തന്നെ ലോങ് ടേം വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ അതെന്ത് തന്നെയാണ്? അത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി തന്നെയാണ് അല്ലേ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ എന്തോ ആയാലും ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ക്രാഡിൽ അല്ലെങ്കിൽ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനകത്ത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് UCB, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഇതിൻ്റെ എല്ലാം ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? നമ്മുടെ ജർമ്മനിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ജർമ്മനിയെ വിശേഷിപ്പിക്കുന്നു സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ, സഹകരണ മേഖലയിലെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഘടകമായിട്ടുള്ളത് അതല്ലേ. അതായത് എന്താണ് വളരെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ ക്രാഡിൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ കോപ്പറേഷൻ്റെ സിറ്റാഡൽ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോപ്പറേഷൻ്റെ സിറ്റാഡൽ, കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് അല്ലേ. സഹകരണ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സഹകരണ പ്രസ്ഥാനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ആരെന്ന് പറയുന്നത്? ജർമ്മനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ജർമ്മനിയിൽ കൊടുത്ത സ്വീകാര്യത അല്ലെങ്കിൽ അതിൻ്റെ അക്സെപ്റ്റൻസ് എന്തുമാത്രമാണെന്ന് നമുക്ക് ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജർമ്മനിയെ നമ്മൾ എന്തൊക്കെയാണ് വിശേഷണങ്ങൾ കൊടുക്കുന്നതെന്ന് ഇപ്പം നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ക്രാഡിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റിനകത്ത് തന്നെ, കാരണം വായ്പാ സഹകരണ പ്രസ്ഥാനങ്ങൾക്കാണ് അവിടെ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ക്രാഡിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആ ക്രെഡിറ്റിനകത്ത് തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിൻ്റെയൊക്കെ ക്രാഡിൽ അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ സഹകരണത്തിൻ്റെ കോട്ട അല്ലെങ്കിൽ സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യവും എന്ത് തന്നെയാണ്? നമ്മുടെ ഈ പറഞ്ഞ ജർമ്മനിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താ? റൈൻ ഈസ് ദ ഫേമസ് റിവർ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ് ഈ പറഞ്ഞ റൈൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ GK-ക്കകത്തൊക്കെ ചോദിക്കാം, അതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. റൈൻ ഈസ് ദ ഫേമസ് റിവർ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പേരുകെട്ട ഒരു നദിയാണെന്ന് പറയുന്നത് റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ? ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ ഇംഗ്ലണ്ട് അല്ലേ. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ക്രാഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് യൂറോപ്പിലെ ഇംഗ്ലണ്ടാണ് അല്ലേ. ഓക്കെ, എന്നാൽ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ ജർമ്മനിയാണ്. ഓക്കെ, ഇനി ക്രാഡിൽ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവ് ഏതാണ്? ഇംഗ്ലണ്ടാണ് അല്ലേ. അതായത് സഹകരണത്തിൻ്റെ ബർത്ത് പ്ലേസും അതുപോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസും എല്ലാം ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ വോളണ്ടറി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പീപ്പിൾസ് മൂവ്മെൻ്റ് ആയിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലണ്ടിൽ മാത്രമല്ല യൂറോപ്പിൽ ആകമാനം സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻ്റ് ആയിട്ടാണ് രൂപപ്പെട്ടതെങ്കിൽ ഇന്ത്യയിലാകുമ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി ആയിട്ടാണ് രൂപപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ക്രാഡിൽ ഓഫ് കോപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടാണ്. അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ജന്മസ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ഇംഗ്ലണ്ടാണ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് ചോദിച്ചാലും അത് ഇംഗ്ലണ്ടാണ്. പക്ഷേ നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിശേഷണം ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ജർമ്മനിയാണ് അല്ലേ. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജർമ്മനിയാണ്. ഇംഗ്ലണ്ടിനെ വിളിക്കുന്നത് മക്ക എന്നാണ്. ഓക്കെ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ ആണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മദീന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജർമ്മനിയാണ്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ രണ്ടേ രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്ന് പറയുന്നത്. കാരണം ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഒന്ന് നമ്മുടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലം. അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. കാരണം ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും വേരൂന്നിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വായ്പാ പ്രസ്ഥാനങ്ങൾക്ക് പേരുകേട്ട രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ ജന്മസ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ജർമ്മനി ആയതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താ? ജർമ്മനി ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ലാൻഡ് മോർഗേജ് ബാങ്കുകൾ അല്ലെങ്കിൽ ഭൂപണയ ബാങ്കുകളുടെ ജന്മസ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ജർമ്മനി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് മോർഗേജ് ബാങ്ക്, ഇതിൻ്റെയൊക്കെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ജർമ്മനിയാണ്. അതേപോലെ ബാങ്കിങ്ങിൽ മിക്സഡ് ബാങ്കിങ്ങിൻ്റെ ബർത്ത് പ്ലേസും ഏത് തന്നെയാണ്? മിക്സഡ് ബാങ്കിങ്ങിൻ്റെ ബർത്ത് പ്ലേസും ഏത് തന്നെയാണ്? ജർമ്മനി തന്നെയാണ് അല്ലേ? മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് അല്ലേ? ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിൻ്റെയും കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ പേരിനകത്ത് തന്നെ സൂചനയുണ്ട്. രണ്ട് കാര്യങ്ങൾ, രണ്ട് ടൈപ്പ് ഓഫ് ബാങ്കിങ്ങിൻ്റെ ഒരു സംയോജനം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു കോംപ്രിഹെൻഷനാണ് ഈ പറഞ്ഞ നമ്മുടെ മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ അത് ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഞാൻ പറഞ്ഞു ജർമ്മനി ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഭൂപണയ ബാങ്കുകൾ, അതായത് മെമ്പേഴ്സിൻ്റെ ടാഞ്ചിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, അത് ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, അങ്ങനെയൊക്കെയുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റികൾ ഈട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പണയമായി സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികളാണ് ലാൻഡ് മോർഗേജ് ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നത് ഡിസ്ബേഴ്സ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ്. പക്ഷേ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ആണ്. ഓക്കെ, അതേപോലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് മാത്രമല്ല, പിന്നെന്താണ് റൂറൽ. കാരണം ഗ്രാമങ്ങളിലാണ് നമുക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ കാർഷിക ഗ്രാമ വികസനമായിരിക്കും അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ 2 ടയർ പ്രവർത്തിക്കുന്ന ഏറ്റവും മുകളിൽ അപ്പെക്സ് ആയിട്ട് വരുന്നത് KCRDBയും അതിൻ്റെ പ്രൈമറി ലെവലിൽ താലൂക്ക് അധികാര പരിധിയിലുള്ള എന്താണ് PCRDB അല്ലെങ്കിൽ പി കാർഡ് ബാങ്കുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജർമ്മനിയിലാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കത് പഠിച്ചതാണല്ലേ. അപ്പോൾ അതിൻ്റെ പേരാണ് സെലസിയൻ ലാൻഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1769 ആണ് കേട്ടോ. 1769 ലോകത്ത് ആദ്യമായിട്ട് ഭൂപണയ ബാങ്ക് വരുന്നത്. അത് ജർമ്മനിയിലാണ്. അതിൻ്റെ പേരാണ് സെലസിയൻ ലാൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ എന്താണ്? ജാങ് ആണ്. ജാങ് ഇൻ പഞ്ചാബ് അല്ലേ? പഞ്ചാബിലെ ജാങ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത്. അത് വന്നത് 1920 ജൂൺ 30 ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജാങ് ഇൻ പഞ്ചാബാണ്. ലോകത്തിലെ ആദ്യത്തെ ഈ പറഞ്ഞ ലാൻഡ് മോർഗേജ് ബാങ്ക് ജർമ്മനിയിലാണുള്ളത്. അത് സെലസിയൻ ലാൻഡ് ഷാഫ്റ്റ് ആണ്. അതിൻ്റെ വർഷം 1769. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ലാൻഡ് മോർഗേജ് ബാങ്ക് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാന്നറിയാലോ? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് അല്ലേ? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. H. കാൽബർട്ടിൻ്റെ ചെയർമാൻഷിപ്പിലുള്ള റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് ലാൻഡ് മോർഗേജ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത്. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് ടൗൺസെൻഡ് കമ്മിറ്റിയാണ്. ഓക്കെ, ടൗൺസെൻഡ് കമ്മിറ്റിയാണ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് മദ്രാസ് ആണ് കേട്ടോ. ആദ്യത്തെ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് ആണ്. അതിൻ്റെ വർഷം 1932. കാരണം മദ്രാസ് ഗവൺമെൻറ് ആണ് നമ്മുടെ ടൗൺസെൻഡ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. ടൗൺസെൻഡ് കമ്മിറ്റിയാണ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിനെ റെക്കമെൻഡ് ചെയ്തത്. സ്വാഭാവികമായിട്ടും മദ്രാസിലാണ് ആദ്യത്തെ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വരുന്നത്. അതിൻ്റെ വർഷം 1932. ഇനി മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1934 കേട്ടോ. 1934 മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1934. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത നോക്കാം. ടോർച്ച് ബിയറേഴ്സ് ഓഫ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജർമ്മനി എന്ന് പറയുന്നത് അല്ലേ? റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ടോർച്ച് ബിയറർ അല്ലെങ്കിൽ വഴികാട്ടി എന്ന് അറിയപ്പെടുന്ന രാജ്യം ജർമ്മനിയാണ്.
റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മനിയിലെ റൈഫീസൺ ആരംഭിച്ചത് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ്. അതാണ് പിന്നീട് നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലെ സിറ്റുവേഷന് അനുയോജ്യമാണെന്ന് റെക്കമെൻഡ് ചെയ്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് തന്നെയാണ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഗ്രാമീണ മേഖലയിലാണ് കൃഷി കാണപ്പെടുന്നത്, അല്ലേ, കാർഷിക വൃത്തി കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഗ്രാമീണ മേഖലയിൽ തുടങ്ങുന്ന കർഷകർക്ക് വേണ്ടി തുടങ്ങുന്ന കോപ്പറേറ്റീവ്സ് ആണ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഫാർമേഴ്സിന് വേണ്ടി ഇത്തരത്തിൽ ആരംഭിക്കുന്ന കോപ്പറേറ്റീവ്സ് ജർമ്മനിയിലെ റൈഫീസൺ ആണ് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം എന്താണ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന്റെ ലോകത്തിലെ വഴികാട്ടി അല്ലെങ്കിൽ ടോർച്ച് ബിയറർ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്, അല്ലേ? ഇനി അടുത്ത നോക്കേ. The cooperative credit movement started in Germany in the middle of 19th century. അപ്പോൾ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കുന്നത് 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ്, അല്ലേ? അതിനുശേഷമാണ് ഈ പറഞ്ഞ വായ്പാ പ്രസ്ഥാനങ്ങളൊക്കെ ജർമ്മനിയിൽ പടർന്നു പന്തലിക്കുന്നത്. റൈഫീസണും അതുപോലെ തന്നെ ഷൂൾസും ഒക്കെ അവിടെ സഹകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ ജർമ്മനിയിൽ തുടക്കം കുറിക്കുന്നത് 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയാണ്, അല്ലേ? ഇനി നോക്കാം. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് മോസ്റ്റ്ലി ഇൻഡക്റ്റഡ് ടു ജർമ്മനി. നമ്മുടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ ഇന്ത്യ ഇൻഡപ്റ്റ്, അല്ലെ, കടപ്പെട്ടിരിക്കുന്നു ഏത് രാജ്യത്തോട്? ജർമ്മനിയോട്. കാരണം യൂറോപ്പിൽ പോയിട്ട് അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ, ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലെ സിറ്റുവേഷൻ ഏറ്റവും യോജിച്ചത്. ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥയാണ് വളരെയധികം ദയനീയം. അതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണ്ടിയാണ് ഇവിടെ സഹകരണ പ്രസ്ഥാനങ്ങൾ. അതിനൊരു ബദൽ മാർഗമായിട്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇവിടെ ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന പ്രോബ്ലംസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയിലെ റൈഫീസന്റെ മോഡല് വേണം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാൻ എന്ന് റെക്കമെൻഡേഷൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജർമ്മനിയോടാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മോസ്റ്റ്ലി ഇൻഡപ്റ്റഡ്, കടപ്പെട്ടിരിക്കുന്നു ഏത് രാജ്യത്തോട്? ജർമ്മനിയോട്. കാരണം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത് റൈഫീസൺ മോഡലാണ്. റൈഫീസൺ മോഡൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ കോപ്പി അടിച്ചത് അല്ലെങ്കിൽ മോഡലായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ആരുടെയാണ്? ഇനിഷ്യലി തുടക്കത്തിൽ, അല്ലേ? ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താണ് കോപ്പി അടിച്ചത് അല്ലെങ്കിൽ മോഡലായിട്ട് സ്വീകരിച്ചത് ആരുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മോഡലാണ്? റൈഫീസന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മോഡലാണ്. അതെവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ജർമ്മനിയിലാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഏത് രാജ്യത്തോട്? ജർമ്മനിയോട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ജർമ്മനി ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെ? ജർമ്മനിയെ ഇങ്ങനെയും വിശേഷിപ്പിക്കുന്നു. എന്താണ്? അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എന്താണ് ഈറ്റില്ലം അല്ലെങ്കിൽ അതിന്റെ ജന്മസ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ആരെയാ? ജർമ്മനിയെ. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ജർമ്മനി. ഇന്ത്യയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മാക്ലഗൻ കമ്മിറ്റി, അല്ലെ? ഇന്ത്യയിൽ ഈ പറഞ്ഞ നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആണെന്ന് വെച്ചാൽ ഏതാണ്? മാക്ലഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരാണ്? കാഞ്ചീപുരമാണ്, അല്ലേ? കാഞ്ചീപുരമാണ്, അല്ലേ? വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1904. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലോകത്തിലെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ജർമ്മനിയാണ്, അല്ലേ? ഇനി അടുത്ത് നോക്കാം. FW റൈഫീസൺ ആൻഡ് ഹെർമൻ ഷൂൾസ് ഡെലിസ് ആർ ദ ലീഡേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളാണ് രണ്ടാൾക്കാർ. ആരൊക്കെയാണ്? നമ്മുടെ ഈ പറഞ്ഞ റൈഫീസണും അതേപോലെ ഷൂൾസും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് എന്താണ്? റൈഫീസൺ, ഷൂൾസ്, ഇവർ രണ്ടുപേരുമാണ് ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ എന്താണ് ലീഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ FW റൈഫീസൺ ആൻഡ് ഹെർമൻ ഷൂൾസ് ഡെലിസ്റ്റ് ആർ ദ ലീഡേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ എന്താണ് ലോകത്തിന് പരിചയപ്പെടുത്തി ഇത്രയും ഫേമസ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ആരെന്ന് പറയുന്നത്? റൈഫീസണും ഷൂൾസും, അല്ലേ? ഇപ്പം നമ്മൾ സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ രണ്ടാൾക്കാർ, ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കേൾക്കുമ്പോൾ ഈ രണ്ടാൾക്കാരുടെ എന്താണ് പേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതിൽ തന്നെ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? റൈഫീസനെയാണ്, അല്ലേ? ഓക്കെ, സെക്കൻഡ് ലീഡർ ഓഫ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൂൾസ് ആണ്. ഓക്കെ, ഇനി നോക്കാം. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ജർമ്മനി ഈസ് നോൺ ആസ് ന്യൂ ഹിമാർട്ട്.
നമ്മുടെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എന്താണ് രൂപീകരണം ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം എന്താണ് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബോത്ത് കൺസ്യൂമർ ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ജർമ്മനിയിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ന്യൂ ഹിമാത്ത് എന്ന് പറയുന്നത്. ന്യൂ ഹിമാത്ത് എന്ന് പറയുന്നത് എന്താണ് ജർമ്മനിയിലെ ഹൗസിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് നമ്മുടെ ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റികളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം ഇതാണ് ന്യൂ ഹിമാത്ത്. ഓക്കെ, ന്യൂ ഹിമാത്ത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ന്യൂ ഹിമാത്താണ് ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും HSB എവിടത്തെയാണെന്നറിയാവോ? HSB എന്ന് പറയുന്നത് ഒരു ഹൗസിംഗ് സൊസൈറ്റിയാണ്. ഏത് രാജ്യത്തെ ഹൗസിംഗ് സൊസൈറ്റിയാണ് HSB എന്ന് പറയുന്നത്? നമുക്കറിയാം HSB എന്ന് പറയുന്നത് എവിടത്തെയാണ്? ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ സ്വീഡൻ അല്ലേ. ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ സ്വീഡനിലെ ടെനന്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ടെനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി വീട് വെച്ചിട്ട് മെമ്പേഴ്സിന് വാടകയ്ക്ക് കൊടുക്കും റെന്റൽ ബേസിസിൽ അല്ലേ. അപ്പോൾ ഈ സൊസൈറ്റിയും മെമ്പറും തമ്മിൽ എന്താണ് വീടിന്റെ ഉടമസ്ഥൻ അതേപോലെ വാടകക്കാരൻ എന്ന് പറയുന്ന ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ടെനന്റ് ഹൗസിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വീഡനിലെ ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് HSB എന്ന് പറയുന്നത്. അതേപോലെ ഇത് കേട്ടിട്ടുണ്ടോ? HLM, അതുപോലെ കമ്മ്യൂണിക്കൂപ്പ്. ഇതും എന്ത് തന്നെയാണ്? ഹൗസിംഗ് സൊസൈറ്റിയാണ്. ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? ഫ്രാൻസിലെ ഹൗസിംഗ് സൊസൈറ്റികളാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ HLM അതേപോലെ കമ്മ്യൂണിക്കൂപ്പും. അപ്പോൾ ജർമ്മനിയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റിയുടെ പേരെന്താണ്? ന്യൂ ഹിമാത്ത് എന്നാണ്. ഹിമാത്ത് എന്ന് കേൾക്കുമ്പോൾ ജർമ്മനിയാണെന്ന് ഓർത്തിരിക്കുക. ഹിമാത്ത് എന്ന് കേൾക്കുമ്പോൾ ഹിമാത്തിനകത്ത് ആദ്യത്തെ ലെറ്റർ H ആണ്. അപ്പോൾ അത് ഹൗസിംഗ് സൊസൈറ്റിയാണ്. H ഫോർ ഹൗസിംഗ് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റിയുടെ പേരാണ് ന്യൂ ഹിമാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, വർക്കേഴ്സ് അസോസിയേഷൻ ഇൻ ജർമ്മനി ഈസ് നോൺ ആസ് ഹോംസ്റ്റെഡ്സ് അല്ലേ. അതായത് ജർമ്മനിയിലെ വർക്കേഴ്സ് അസോസിയേഷൻ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വർക്കേഴ്സ് അസോസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോംസ്റ്റെഡ്സ് ആണ്. ഏതാണ്? ഹോംസ്റ്റെഡ്സ് ആണ് ജർമ്മനിയിലെ വർക്കേഴ്സ് അസോസിയേഷൻ. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? തൊഴിലാളികൾ. അപ്പോൾ തൊഴിലാളികളുടെ അസോസിയേഷൻ ഏതാണ് ജർമ്മനിയിൽ? തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ആരാണ്? താഴെത്തട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അല്ലേ. അപ്പോൾ ഈ തൊഴിലാളികൾ ഒത്തുചേർന്നുകൊണ്ട് അവരുടെ ബാർഗെയിനിങ് പവറൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾ അല്ലേ എന്താണ് നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ അസോസിയേഷൻ ഫോം ചെയ്തു ജർമ്മനിയിൽ അല്ലേ. അപ്പോൾ അവർക്ക് ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് വർക്കേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജർമ്മനിയിൽ ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് ഹോംസ്റ്റെഡ്സ് എന്ന് പറയുന്നത്. ഹോംസ്റ്റെഡ്സ് അല്ലേ. അപ്പോൾ ഹോംസ്റ്റെഡ്സ് എന്ന് കേൾക്കുമ്പോൾ വർക്കേഴ്സിനെ കുറിച്ച് ആലോചിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ജോലി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിരിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ജോലി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. അപ്പോൾ അത് വർക്കേഴ്സ് ഹോംസ്റ്റെഡ്സ് അല്ലേ. വർക്കേഴ്സ് അസോസിയേഷൻ ജർമ്മനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ഹോംസ്റ്റെഡ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഏതാണ്? അൾട്ടെ വോൾക്സ്ഫർസോർഗ് എന്ന് പറയുന്നതാണ് അല്ലേ. അൾട്ടെ വോൾക്സ്ഫർസോർഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത് ഇൻഷുറൻസ് സൊസൈറ്റി ആണ് എന്ന് ആലോചിച്ചിരിക്കുക. വോൾക്സ്ഫർസോർഗ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ വോൾക്സ്ഫർസോർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റിയുടെ പേരാണ് ആൾട്ടെ വോൾക്സ്ഫർസോർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ജർമ്മനിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സൊസൈറ്റികളുടെ പേരാണ് പഠിച്ചത്. ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ ജർമ്മനിയിലെ ഹൗസിംഗ് സൊസൈറ്റിയുടെ പേരാണ് ന്യൂ ഹിമാത്ത് എന്ന് പറയുന്നത്. അതേപോലെ ജർമ്മനിയിലെ വർക്കേഴ്സ് അസോസിയേഷന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹോംസ്റ്റെഡ്സ് ആണ്. അതേപോലെ ഇൻഷുറൻസ് സൊസൈറ്റിയുടെ പേര് ജർമ്മനിയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റിയെ വിളിക്കുന്ന പേരാണ് ആൾട്ടെ വോൾക്സ്ഫർസോർഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തായി പറയുന്നു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ജർമ്മനി. അതായത് ജർമ്മനിയിലെ ഉപഭോക്തൃ സഹകരണ സംഘങ്ങളുണ്ട്, വായ്പാ സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും വായ്പാ സംഘങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെങ്കിലും അവിടെ എന്തോ ഉണ്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഉണ്ട്. സോ ആ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വളരെയധികം ചൂഷണം നേരിട്ട ഒരു രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പലതരത്തിലുള്ള കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ്സും ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചു. വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേര് ഹോംസ്റ്റെഡ്സ് എന്നാണ്. അതുപോലെ കൺസ്യൂമർ മേഖലയിലെ സഹകരണ പ്രസ്ഥാനങ്ങളും വർക്കേഴ്സാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. വർക്കേഴ്സിന് വേണ്ടിയാണ് തുടങ്ങിയത്. അപ്പോൾ വർക്കേഴ്സിന് ന്യായമായി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ
മെമ്പേഴ്സിന് ന്യായമായിട്ടുള്ള വിലയ്ക്ക് ആർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുന്നത്. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈ സൊസൈറ്റിക്ക് വളരെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് ഈ ആർട്ടിക്കിൾസ് കിട്ടുകയും ഈ ആർട്ടിക്കിൾസ് ഇത്തരം ബൾക്ക് പർച്ചേസിലൂടെ ഉണ്ടാകുന്ന ആ ഒരു നേട്ടം, ആ വിലക്കുറവ് അത് ആരിലേക്ക് കൈമാറുന്നു? സൊസൈറ്റി അതിൻ്റെ മെമ്പേഴ്സിലേക്ക് കൈമാറുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വളരെ ചീപ്പർ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വേതനം വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പറഞ്ഞ ദൈനംദിന ജീവിതത്തിലെ പലതരത്തിലുള്ള സാധനങ്ങളും അല്ലെ അവരുടെ ചെലവുകളൊക്കെ അവർക്ക് താങ്ങാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, ആർട്ടിക്കിൾസ്, ഹോം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അത് അവർക്ക് ന്യായമായിട്ടുള്ള വിലയിൽ കിട്ടുവാണെങ്കിൽ അവർക്ക് അത്രയധികം എന്തുണ്ടാവും? നേട്ടം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി വർക്കേഴ്സിൻ്റെ ഇടയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചു ജർമ്മനിയിൽ. അതിൻ്റെ പേരാണ് എർമോൺടെറങ് എന്ന് പറയുന്നത്. എന്താണ്? എർമോൺടെറങ്. അപ്പോൾ എർമോൺടെറങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഓക്കെ, എന്ത് കൺസ്യൂമർ സൊസൈറ്റി ആണെന്ന് വെച്ചാൽ വർക്കേഴ്സിന് വേണ്ടിയുള്ള കൺസ്യൂമർ സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ജർമ്മനി ഈസ് നോൺ ആസ് എന്താണ്? എർമോൺടെറങ്. അത് നമ്മുടെ ജർമ്മനിയിലെ ആദ്യത്തെ കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ജർമ്മനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എർമോൺടെറങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ഏജൻസി ഫോർ ഹോൾസെയിൽ സൊസൈറ്റി. ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴും നമുക്കത് എന്താണ്? കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ഏജൻസി ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് എന്താണ് ആ ഒരു ബൾക്ക് പർച്ചേസിലൂടെ ഉണ്ടാകുന്ന ആ വില വ്യത്യാസം അല്ലെങ്കിൽ ആ വിലക്കുറവ് എന്ന് പറയുന്ന നേട്ടം അതിൻ്റെ മെമ്പേഴ്സിന് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹോൾസെയിൽ സൊസൈറ്റികൾ വളരെ വലിയ ശൃംഖലയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഹോൾസെയിൽ സൊസൈറ്റികളെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ ഒരു ഹോൾസെയിൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ച പേരാണ് DWS അല്ലേ, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. അത് 1863 ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ എന്താണ് വിതരണ ശൃംഖലയാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സഹകരണ വിപണന ശൃംഖലയാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ DWS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോൾസെയിൽ സൊസൈറ്റികൾ എവിടെയുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ജർമ്മനിയിലുണ്ട്. അത്തരത്തിലുള്ള ഹോൾസെയിൽ സൊസൈറ്റികളുടെ സെൻട്രൽ ഏജൻസി ആയിട്ടാണ് എന്ത് വന്നത്? എഡക്ക എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ജർമ്മനിയിലെ ഹോൾസെയിൽ സൊസൈറ്റിയുടെ സെൻട്രൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എഡക്കയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ. അടുത്തതായി പറയുന്നത് നോക്കാം. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊവിഷണൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനി ഈസ് നോൺ ആസ് അല്ലജെമിനർ വെർബ്രാൻഡ്. അതായത് ജർമ്മനിയിലെ ബാങ്കുകളുടെ, ജർമ്മനിയിലുള്ള സഹകരണ ബാങ്കുകളുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ എന്താണ് പ്രൊവിഷണൽ യൂണിയനുകളുടെ എന്താണ് അതുങ്ങളുടെ പ്രൊവിഷണൽ യൂണിയന്റെ നാഷണൽ ലെവൽ ഓർഗനൈസേഷന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? അല്ലജെമിനർ വെർബ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ മതി. വെർബ്രാൻഡ് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അത് നമ്മൾ കുറേ നേരം അത് ഉച്ചരിച്ച് പഠിക്കുമ്പോൾ എന്താണ് ആ ഒരു വേർഡിങ് നമ്മുടെ കറക്റ്റ് മനസ്സിൽ കിട്ടും. അപ്പോൾ പിന്നെ അത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദ്യമായിട്ട് എന്താണ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊവിഷണൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനി എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതണം. എന്താണ്? അല്ലജെമിനർ വെർബ്രാൻഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ജർമ്മനിയിലെ കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ വർക്കേഴ്സിൻ്റെ ഇടയിലാണ് തുടങ്ങിയത്. ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ജർമ്മനി ചോദിച്ചു കഴിഞ്ഞാൽ എർമോൺടെറങ് ആണ്. അതേപോലെ സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ജർമ്മനി ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡക്കയാണ്. അതേപോലെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊവിഷണൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽജെമിനർ വെർബ്രാൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താ? ദ മദ്രാസ് ഗവൺമെന്റ് സെൻഡ് ഫെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ് ടു സ്റ്റഡി അബൌട്ട് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അതായത് നമ്മുടെ മദ്രാസ് ഗവൺമെന്റ് ഓക്കെ ആരെ ഡെപ്യൂട്ട് ചെയ്തു? ഫെഡറിക് നിക്കോൾസൺ, ഇന്ത്യയുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫെഡറിക് നിക്കോൾസനെ നമ്മുടെ ഈ പറഞ്ഞ യൂറോപ്പിലേക്ക് അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് മദ്രാസ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റഡ് ആയിരിക്കുന്ന പ്രൊവിൻസ് ഏതാണെന്ന് വെച്ചാൽ അത് മദ്രാസ് പ്രൊവിൻസിനോടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്രാസ് ഗവൺമെൻറ് ഫെഡറിക് നിക്കോൾസനെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? യൂറോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. എന്തിനാണ്? ടു സ്റ്റഡി ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദെയർ. അവിടെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരാണ് ഡെപ്യൂട്ട് ചെയ്തത്? മദ്രാസ് ഗവൺമെൻറ് നമ്മുടെ ഫെഡറിക് നിക്കോൾസനെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നിട്ട് യൂറോപ്പിൽ ആകമാനം പഠനം നടത്തിയിട്ട് നമ്മുടെ ഈ ജർമ്മനിയിലെ റൈഫീസൺ മോഡൽ, അതായത് എന്താണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മോഡൽ അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റ് മോഡലാണ് ഇന്ത്യൻ സിറ്റുവേഷൻ ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 3 വോളിയമായിട്ട് അല്ലേ. അപ്പോൾ അതിലൂടെ ഈ പറഞ്ഞ ജർമ്മനിയിലെ
റൈഫീസൺ മോഡൽ എന്ത് ചെയ്തു, ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തു 1904 ആക്ട് പാസ് ചെയ്തതുകൊണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരു എന്താണ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി ആയിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, ജർമ്മനിയോടാണ് നമ്മുടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻഡക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫോർമേഷൻ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഫസ്റ്റ് ഇൻ ജർമ്മനി. അതായത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലോകത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മനിയിലാണ് അല്ലേ. അതായത് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വായ്പാ സംഘങ്ങളുടെ എന്താണ് മധ്യനിര സംഘങ്ങൾ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന് 3 ടയർ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് 29/11/2019 മുമ്പേ ആയിട്ട് ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ 3 ടയറിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷം 29/11/2019 കേരള ബാങ്ക് വന്നതോടുകൂടി എന്തായി, ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ 2 ടയറിലേക്ക് കൺവേർട്ടായി. അപ്പോൾ അതിനു മുമ്പ് വരെ പാക്സിനും അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും ഇടയ്ക്ക് ജില്ലാ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഷോർട്ട് ടൈം മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ മധ്യനിര സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വായ്പാ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മധ്യനിര സംഘങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ സഹകരണ ബാങ്കാണ് കേരളത്തിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ, ഒരു ജില്ലയാണ് അതിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല. കാരണം എന്താ, ഇപ്പം കേരള ബാങ്ക് വന്നതോടുകൂടി കേരള ബാങ്കിലേക്ക് ജില്ലാ സഹകരണ ബാങ്കുകളെ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യമായിട്ട് ഫോം ചെയ്തത് എവിടെയാണ്, ജർമ്മനിയിലാണ്. ഓക്കെ, ഈ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, മാക്ലഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, മാക്ലഗൻ കമ്മിറ്റിയാണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ് ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, 3 ടയർ സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ 3 ടയർ സ്ട്രക്ചർ ഓഫ് ക്രെഡിറ്റ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി മാക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഏറ്റവും താഴെ പ്രൈമറി, അതിന് മുകളിൽ എന്താണ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, അതിന് മുകളിൽ പ്രൊവിൻഷ്യൽ ബാങ്ക്. അന്ന് പ്രൊവിൻസ് ആണുള്ളത്, സ്റ്റേറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ത്രിതല സംവിധാനമാണ് വായ്പാ സംഘങ്ങൾക്ക് മാക്ലഗൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആരാണ്, മാക്ലഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യയിലെ നിയമം ഏതാണെന്ന്, വായ്പ എന്താണ് സഹകരണ നിയമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1912 നിയമമാണ്. 1912 ആക്ടിനകത്ത് പ്രൈമറി സൊസൈറ്റി ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രം അല്ലേ. അപ്പോൾ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞ നിയമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1912 ആക്ട് ആണ്. ഓക്കെ, ഇനി നോക്കാം. ജർമ്മനി വാസ് ഒറിജിനലി ദ ഹോം ലാൻഡ് ഓഫ് മിക്സഡ് ബാങ്കിങ്. ജർമ്മനിയെ ഇങ്ങനെയും അറിയപ്പെടുന്നു, ഞാൻ പറഞ്ഞതാണ് എന്താണ് മിക്സഡ് ബാങ്കിങ്ങിന്റെ ജന്മദേശം അല്ലെങ്കിൽ ജന്മസ്ഥലം അല്ലെങ്കിൽ ബർത്ത് പ്ലേസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അല്ലേ. ഈ പറഞ്ഞ രീതിയിൽ ഈ 2 ബാങ്കിങ് സംവിധാനങ്ങളുടെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംയുക്തമായിട്ടുള്ള മിക്സഡ് ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്ത രാജ്യം അല്ലെങ്കിൽ അതിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്. ഓക്കെ, ജർമ്മനി ഈസ് കൺസിഡർഡ് ആസ് ദ ഹോം ഓഫ് മിക്സഡ് ബാങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ എന്താണ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, എന്താണ് പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം എന്നും പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം ഇന്ത്യ 1957 വരെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. 1957 ശേഷം ഇന്ത്യ എങ്ങോട്ടേക്ക് മാറി, മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് മാറി. നോട്ടിന്റെ ആവശ്യകത വർദ്ധിച്ചപ്പോൾ നമുക്ക് അത്രയും എന്താണ് ഗോൾഡ് ഈ പറഞ്ഞ റിസർവായിട്ട് വെക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 1957 കൺവേർട്ട് ചെയ്തു എങ്ങോട്ടേക്ക്, മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ ഇന്ത്യ നിലവിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നോട്ട് ഇഷ്യൂവിന് മിനിമം റിസർവ് സിസ്റ്റമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം ആദ്യമായിട്ട് പ്രയോഗിച്ച ഒരു എന്താണ് നോട്ട് ഇഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്ത ആദ്യത്തെ രാജ്യവും അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന രാജ്യവും ഏത് തന്നെയാണ്, ജർമ്മനിയാണ് അല്ലേ. അപ്പം ജർമ്മനി ഈസ് കൺസിഡർഡ് ആസ് the first country to use പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം ഫോർ ഇഷ്യൂയിങ് കറൻസി നോട്ട്സ്. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഹോം ലാൻഡ് ഓഫ് മിക്സഡ് ബാങ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. അതേപോലെ പ്രൊപ്പോർഷനേറ്റ് റിസർവ് സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യവും ഇത് തന്നെയാണ്, ജർമ്മനിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ജർമ്മനി വാസ് ഇനിഷ്യലി ദ ഹോം ഓഫ് ഇൻഡസ്ട്രിയൽ ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. അപ്പോൾ മിക്സഡ് ബാങ്കിങ്ങിനകത്ത് ഒരു എലമെന്റ് ആരാണ്, ഇൻഡസ്ട്രിയൽ ബാങ്കിങ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ ഹോം ലാൻഡും ഏത് തന്നെയാണ്, ജർമ്മനിയാണ്. അപ്പോൾ മിക്സഡ് ബാങ്കിങ്ങിന്റെ ഹോം ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്. മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ടും വരും, കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങും വരും ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങും വരും അല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അതേപോലെ ആ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തത് എന്ത് ചെയ്യുകയാണ്, ലെൻഡ് ചെയ്യുകയാണ്. മനസ്സിലായോ, ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നു, ലെൻഡ് ചെയ്യുന്നു. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ നമ്മുടെ BR ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 5B ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് പറയുന്നുണ്ടല്ലോ എന്താണ്,
ബാങ്കിങ് മീൻസ് accepting for the purpose of lending or investments of deposits of money from the public, repayable on demand or otherwise, or withdrawal by check, draft or otherwise എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനകത്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ആ സ്വീകരിച്ച ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാണ്, ലോണായിട്ട് അഡ്വാൻസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ വായ്പ കൊടുക്കുന്നുണ്ട്, പക്ഷേ വായ്പ കൊടുക്കുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നില്ല. കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ വായ്പ കൊടുക്കുന്ന ഇൻഡിവിജ്വൽസിനാണെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽസിനല്ല വായ്പ കൊടുക്കുന്നത്, നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, നിക്ഷേപമായിട്ട് സ്വീകരിച്ചത് വായ്പയായിട്ട് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നില്ല. പിന്നെ ആർക്കാണ് കൊടുക്കുന്നത്, ഇൻഡസ്ട്രികൾക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഫോർ എന്താണ്, കണ്ടക്ടിങ് ട്രേഡ് ഓർ ഇൻഡസ്ട്രിയോ ട്രേഡോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ വായ്പ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിന്റെ എന്താണ് ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ് ആളാണ് ആരെന്ന് പറയുന്നത്, IDBI എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിന്റെ ലീഡർ അല്ലെങ്കിൽ അപ്പെക്സ് സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് IDBI എന്ന് പറയുന്നത്. IDBI ഇങ്ങനെയും വിശേഷിപ്പിക്കപ്പെടുന്നു, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്നതും ആരെ തന്നെയാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സെബിയാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഡിവിജ്വൽസിന് വായ്പ കൊടുക്കുന്നില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ നിക്ഷേപം സ്വീകരിച്ച് ആ നിക്ഷേപം ഇൻഡിവിജ്വൽസിന് വായ്പയായിട്ട് കൊടുക്കുന്നെങ്കിൽ, ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിന് നിക്ഷേപം സ്വീകരിച്ച് ആ വായ്പ എന്താണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നില്ല, പകരം ആർക്കാണ് കൊടുക്കുന്നത്, ഇൻഡസ്ട്രികൾക്കും അതേപോലെ ട്രേഡും ബിസിനസ്സുകാർക്കൊക്കെയാണ് കൊടുക്കുന്നത്. ഫോർ കണ്ടക്ടിങ് എന്താണ് ദോസ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡസ്ട്രികൾക്ക് അല്ലെങ്കിൽ എന്താണ് ട്രേഡിനോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ ഒക്കെ കൊടുക്കുന്ന എന്താണ് വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെയും കൊടുക്കുന്നത് ലോങ് ടൈം ലോൺസ് ആണ്, ദീർഘകാല വായ്പകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല, ഈ പറഞ്ഞ രീതിയിൽ ഇൻഡിവിജ്വൽസിന് വായ്പ കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ബാങ്കിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ എന്താണ് ഹോം ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്, ജർമ്മനിയാണ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു എന്താണ് സംയുക്തമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെയും ഇൻഡസ്ട്രിയൽ ബാങ്കിങ്ങിന്റെയും ഒരു മിക്സഡ് ബാങ്കിങ്ങിന്റെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഇത് തന്നെയാണ്, ജർമ്മനിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോൺ ആസ് ദ ഫോർത്ത് കോളം വർക്കേഴ്സ് മൂവ്മെന്റ് ഓഫ് ജർമ്മനി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ജർമ്മനിയിൽ വിളിക്കപ്പെടുന്നത് എന്തെന്നാണ്, ഫോർത്ത് കോളം വർക്കേഴ്സ് മൂവ്മെന്റ് എന്നാണ്. എന്തെന്നാണ്, ഫോർത്ത് കോളം വർക്കേഴ്സ് മൂവ്മെന്റ് എന്നുള്ളതാണ്. കാരണം ഫോർത്ത് എന്ന് പറയാനുള്ള കാരണം 1, 2, 3 സ്ഥാനങ്ങളിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വർക്കേഴ്സിന് വേണ്ടി നാലാമതായിട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കേഴ്സിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ കർഷകരുടെ അവസ്ഥയാണ് ദയനീയമെങ്കിൽ ജർമ്മനിയിലെ ഈ പറഞ്ഞ രീതിയിൽ വർക്കേഴ്സിൻ്റെ അവസ്ഥയായിരുന്നു എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് വേണ്ടി കൺസ്യൂമർ സൊസൈറ്റികൾ ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വർക്കേഴ്സിന് വേണ്ടി ആരംഭിച്ച ഫോർത്ത് കോളം എന്നാണ് ആരെ വിശേഷിപ്പിക്കപ്പെടുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ 1, 2, 3 മറ്റ് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം, ദ അതർ 3 ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് ലേബർ ബാങ്കുകളാണ് വർക്കേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയത്. രണ്ടാമതായിട്ട് ട്രേഡ് യൂണിയൻസ് ആണ് വർക്കേഴ്സിന്റെ എന്താണ് ബാക്കപ്പിന് വേണ്ടി ആരംഭിച്ചത്. അതേപോലെ മൂന്നാമതായിട്ട് അവരുടെ കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 1, 2, 3 ആയിട്ട് 1, 2, 3 എന്ന് പറയുന്ന കോളത്തിനകത്ത് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? വർക്കേഴ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ എന്താണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നാലാമതായിട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ വിശേഷിപ്പിക്കപ്പെടുന്നത് ജർമ്മനിയിലെ വർക്കേഴ്സ് മൂവ്മെന്റിന്റെ ഫോർത്ത് കോളം എന്നുള്ളതാണ്. അതേഴ്സ് മറ്റുള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ വർക്കേഴ്സിന് വേണ്ടി ആരംഭിച്ച ഒന്നാമതായിട്ട് ലേബർ ബാങ്ക്സ്, രണ്ടാമതായിട്ട് ട്രേഡ് യൂണിയൻസ്, മൂന്നാമതായിട്ട് കൾച്ചറൽ ഓർഗനൈസേഷൻസ് ആണ് 1, 2, 3 സ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജർമ്മനിയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഫാദർ ആൻഡ് ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന FW റൈഫീസിനെ കുറിച്ചാണ്. അപ്പോൾ FW റൈഫീസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഫെഡറിക് വിൽഹെം റൈഫീസൻ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1818 ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ 1818 നമ്മുടെ റൈഫീസൻ ജനിച്ചത്. 1888 അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. FW റൈഫീസൻ വാസ് ബോൺ ഇൻ ജർമ്മനി ഓൺ 30th March 1818 അല്ലേ.
അതായത് 1818 മാർച്ച് 30-നാണ് FW റൈഫീസൺ ജർമ്മനിയിൽ ജനിക്കുന്നത്. 2 അദ്ദേഹം മരിക്കുന്നത് മാർച്ച് 1888-ലാണ്. മാർച്ച് 1888-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ജനിച്ചത് ഇൻ ദ പ്രൊവിൻസ് ഓഫ് വെസ്റ്റ്വാൾഡ് ഹാം ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ഹാമിലെ വെസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് അദ്ദേഹം 1818 മാർച്ച് 30 ജനിക്കുന്നത്. ഓക്കെ, അദ്ദേഹം മരണപ്പെടുന്നത് മാർച്ച് 1888-ലാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താ? ഹീസ് കോൾഡ്, അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നു അപ്പോസ്റ്റിൽ ഓഫ് കോപ്പറേഷൻ. എന്താണ് അപ്പോസ്റ്റിൽ ഓഫ് കോപ്പറേഷൻ? ഓക്കെ, അപ്പോസ്റ്റിൽ ഓഫ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് FW റൈഫീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹു ഈസ് നോൺ ആസ് അപ്പോസ്റ്റിൽ ഓഫ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താണ് FW റൈഫീസൺ ആണ്. ഓക്കെ, നിങ്ങൾ വേറൊരു വിശേഷണം ചോദിക്കും പരീക്ഷയ്ക്ക്, എന്താണ് പ്രൊവിഷൻ പേഴ്സൺ. പ്രൊവിഷൻ പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് HC സോനയാണ് അല്ലേ? HC സോനയാണ്, അല്ലെങ്കിൽ പാസ്റ്റർ സോനയാണ്. ഓക്കെ, അദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്ന പ്രൊവിഷൻ പേഴ്സൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പോസ്റ്റിൽ ഓഫ് ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ FW റൈഫീസൺ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ? FW റൈഫീസൺ വാസ് ദ ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ജർമ്മനി. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡർ അല്ലെങ്കിൽ നേതാവ്, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് നയിച്ച, ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ നയിച്ച ലീഡറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറഞ്ഞ FW റൈഫീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡർ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ പറയണം FW റൈഫീസൺ ആണ്. ഇനി he considered as the father and pioneer of rural credit societies in the world. ഇദ്ദേഹത്തിനെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ലോകത്തിലെ ഫാദർ ആൻഡ് ഫൗണ്ടർ അല്ലെങ്കിൽ പയണിയർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കാരണം ലോകത്തിൽ ആദ്യമായിട്ട് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങിയതാരാണ്? നമ്മുടെ ഈ പറഞ്ഞ FW റൈഫീസൺ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നു? റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പയണിയർ എന്നും ഫാദർ എന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണ് ലോകത്തിൽ? നമ്മുടെ FW റൈഫീസൺ ആണ്. അതുപോലെ ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി തന്നെയാണ് ആരെന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫാദറും പയണിയർ എന്നൊക്കെ പറയുന്നത് FW റൈഫീസൺ ആണെങ്കിൽ, ഓൾസോ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആര് തന്നെയാണ്? FW റൈഫീസൺ ആണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും അതേപോലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയൊക്കെ ലോകത്തിലെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് FW റൈഫീസൺ ആണ്. അപ്പോൾ ലോകത്തിലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും അതേപോലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെയും ഫാദർ ആൻഡ് ഫൗണ്ടർ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പയണിയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി തന്നെയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാറ്റി ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പിതാവല്ലേ അദ്ദേഹം, അതേപോലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും ഒരേ ടൈപ്പ് സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഫാദർ ആൻഡ് ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ FW റൈഫീസൺ ആണ്. ഓക്കെ, അടുത്ത പറയുന്നത് എന്താ? FW റൈഫീസൺ ഓർഗനൈസ്ഡ് റൂറൽ ബാങ്ക്സ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് ഇൻ ജർമ്മനി. അതായത് ജർമ്മനിയിലെ എന്താണ് റൂറൽ ബാങ്കുകളെ സഹകരണ രീതി അല്ലെങ്കിൽ സഹകരണ മാതൃകയിൽ തുടങ്ങിയ വ്യക്തിത്വമാണ് FW റൈഫീസൺ എന്ന് പറയുന്നത്. അതായത് FW റൈഫീസൺ സ്റ്റാർട്ടഡ് റൂറൽ ബാങ്ക്സ് ഓൺ കോപ്പറേറ്റീവ് ലൈൻസ് ഇൻ ജർമ്മനി. അതായത് ജർമ്മനിയിലെ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ബാങ്കുകൾ സഹകരണ മാതൃകയിൽ അല്ലെങ്കിൽ സഹകരണ വഴിയിൽ തുടങ്ങിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ FW റൈഫീസൺ ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ബാങ്ക് അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ആര് തന്നെയാണ്? റൈഫീസൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകത്തിലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫാദർ ആൻഡ് ഫൗണ്ടർ അല്ലെങ്കിൽ പയണിയർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ലൈൻസിൽ ജർമ്മനിയിൽ ആരംഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? FW റൈഫീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പേരുകൾക്കൊക്കെ അദ്ദേഹം അർഹനായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് പ്രൊപ്പോണ്ടഡ് ബൈ FW റൈഫീസൺ. അതായത് നമുക്കറിയാം കോർപ്പറേഷന്റെ മോട്ടോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ എന്താണ് ഒരു മോട്ടോ കോർപ്പറേഷന്റെ അത് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ FW റൈഫീസൺ ആണ്. ഓക്കെ,
FW റൈഫീസിന്റെ ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യൻ സൊസൈറ്റിയുടെ എന്താണ് പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു എന്താണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്നത്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും. അപ്പോൾ ഇത് സഹകരണത്തിന്റെ മോട്ടോയാണ്, സഹകരണത്തിന്റെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ മോട്ടോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FW റൈഫീസനാണ്. ഓക്കെ, ഇനി നോക്കാം. ഹി വാസ് എ സോൾജിയർ ആൻഡ് ലേറ്റർ ഹി ബിക്കം മേയർ ഓഫ് വെയർബഷ് അല്ലേ. അതായത് ജർമ്മനിയിലെ വെയർബഷ് എന്ന് പറയുന്ന സ്ഥലത്ത് മേയറായിട്ട് പ്രവർത്തനം അല്ലെങ്കിൽ എന്താണ് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് നമ്മുടെ FW റൈഫീസൻ. അതിനു മുമ്പേ അദ്ദേഹം ആരായിരുന്നു? ഒരു സോൾജിയർ ആയിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം സോൾജിയറായി, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ വെയർബഷ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മേയറായിട്ട് സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു പ്രീവിയസ് CSCB ചോദ്യത്തിനകത്ത് ആരാണ് ഈ പറഞ്ഞ രീതിയിൽ ജർമ്മനിയിൽ മേയറായിട്ട് സേവനം അനുഷ്ഠിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ FW റൈഫീസനും അതുപോലെ നമ്മുടെ ഷൂൾസും രണ്ടുപേരും മേയറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, സർവീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. ഇപ്പറഞ്ഞ റൈഫീസൺ ആദ്യം ഒരു സോൾജിയർ ആയിരുന്നു, ഒരു സൈനികനായിരുന്നു. പിന്നീട് അദ്ദേഹം എന്തായിട്ട് മാറി? അദ്ദേഹം ഒരു മേയറായിട്ട് മാറി. എവിടെയാണ്? വെയർബഷ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ഈ റൈഫീസൺ മേയറായിട്ടിരുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളത് ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ അത് വെയർബഷ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്നുള്ളത്. 1845 അദ്ദേഹം മേയറായിട്ട് സർവീസ് ചെയ്തത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇന്ത്യ സ്റ്റാർട്ടഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റൈഫീസൺ മോഡൽ. നമുക്കറിയാം ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത് റൈഫീസൺ മോഡലിലാണ്. കാരണം ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രെഡറിക് നിക്കോൾസൺ യൂറോപ്പിൽ പോയിട്ട് എന്താണ് സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് റൈഫീസൺ മോഡലിനെയാണ് ഇന്ത്യയിൽ തുടങ്ങാൻ അഭികാമ്യം എന്ന് റെക്കമെൻഡേഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത് റൈഫീസൺ മോഡലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ വായ്പാ പ്രസ്ഥാനങ്ങൾ എന്തിൻ്റെ മാതൃകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ റൈഫീസൺ മോഡലിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തതെന്താ? ഹി സ്റ്റാർട്ടഡ് പുവർ പീപ്പിൾ കമ്മിറ്റി ടു പ്രൊവൈഡ് എസെൻഷ്യൽ ലോൺസ് ടു പുവർ അല്ലേ, പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാണ്? വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, സാമ്പത്തികമായിട്ട് അവരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി റൈഫീസൺ ആരംഭിച്ചതാണ് പുവർ പീപ്പിൾ കമ്മിറ്റി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഇൻട്രൊഡ്യൂസ്ഡ് പുവർ പീപ്പിൾ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം റൈഫീസൺ ആണ്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പുവേഴ്സിന് അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അവരെ ഉദ്ധരിക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് പുവർ പീപ്പിൾ കമ്മിറ്റി റൈഫീസൺ ജർമ്മനിയിൽ ആരംഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മറക്കരുത്. പുവർ പീപ്പിൾ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? റൈഫീസൺ ആണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് 1846 റൈഫീസൺ ഫൗണ്ടഡ് എ സൊസൈറ്റി ഫോർ ഗ്രെയിൻ ആൻഡ് ബ്രെഡ് സപ്ലൈ. അതായത് ബ്രെഡും ഗ്രെയിനും ഒക്കെ, ധാന്യങ്ങളും അതേപോലെ ബ്രെഡും ഒക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി റൈഫീസൺ ഒരു സൊസൈറ്റി എന്ത് ചെയ്തു? ആരംഭിച്ചു. അപ്പോൾ അത് 1846 വർഷം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കും. 1846 റൈഫീസൺ എന്താണ് ഈ പറഞ്ഞ ബ്രെഡിൻ്റെയും അതേപോലെ ഗ്രെയിൻസിൻ്റെയൊക്കെ സപ്ലൈക്ക് വേണ്ടി ഒരു സൊസൈറ്റി ആരംഭിക്കുന്നു. അതിൻ്റെ വർഷമാണ് ഇമ്പോർട്ടൻറ്റ്, 1846 എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. വിച്ച് ഇൻവോൾവ്ഡ് ബിൽഡിംഗ് എ കമ്മ്യൂണൽ കോപ്പറേറ്റീവ് ബേക്കറി. അത് എന്തിനു വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രൂപപ്പെടുത്താൻ എ കമ്മ്യൂണൽ കോപ്പറേറ്റീവ് ബേക്കറി, അതായത് സാമൂഹിക സഹകരണ ബേക്കറി സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്താണ് ബ്രെഡും അതേപോലെ ഗ്രെയിൻസും ഒക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സൊസൈറ്റി ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യമാണ് പറഞ്ഞ വിച്ച് ഇൻവോൾവ്ഡ് ബിൽഡിംഗ് എ കമ്മ്യൂണൽ കോപ്പറേറ്റീവ് ബേക്കറി. ഓക്കെ, പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ബ്രെഡും അതേപോലെ ഗ്രെയിൻസും ഒക്കെ സപ്ലൈ ചെയ്യാൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് 1846 അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ വർഷം പഠിച്ചു വെച്ചേക്കുക, അതെന്താണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കുക. എന്താണ് അതിൻ്റെ ലക്ഷ്യം? വിച്ച് ഇൻവോൾവ്ഡ് ബിൽഡിംഗ് എ കമ്മ്യൂണൽ കോപ്പറേറ്റീവ് ബേക്കറിയാണ്. അതിലൂടെ എന്താണ് ചെയ്യുന്നത്, എന്ത് പർപ്പസ് ആണ് ചെയ്യുന്നത് വെച്ചാൽ സപ്ലൈ ഓഫ് ബ്രെഡ് ആൻഡ് ഗ്രെയിൻസ് ആണ്. അത് എന്നാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1846. ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഇത് പഠിച്ച് തന്നെ വെച്ചേക്കുക. ഓക്കെ, ഇൻ 1849 1849 ഹി സ്റ്റാർട്ടഡ് എ ക്രെഡിറ്റ് യൂണിയൻ. അപ്പോൾ ക്രെഡിറ്റ് യൂണിയൻ 1849 റൈഫീസൺ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? ഫോർ ജോയിന്റ് പർച്ചേസ് ഓഫ് ക്യാറ്റിൽ, കന്നുകാലികളെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി. ജോയിന്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് കന്നുകാലികളെ വേണമെങ്കിൽ അവരെല്ലാം കൂടെ ചേർന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കൂടും. അപ്പോൾ അതിനുവേണ്ടി ജോയിന്റ് പർച്ചേസ് ഓഫ് ക്യാറ്റിലിന് വേണ്ടി
ഓക്കെ, എന്ത് തുടങ്ങി? ക്രെഡിറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തു. അത് റൈഫീസണാണ് സ്റ്റാർട്ട് ചെയ്ത വർഷം 1849. അപ്പോൾ 1846 ഇമ്പോർട്ടൻ്റ് ആണ്, 1849 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആ തൊട്ടടുത്ത വർഷങ്ങളാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. 1846 ബ്രെഡും അതേപോലെ ഗ്രെയിൻസും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു സൊസൈറ്റി ആരംഭിച്ചു. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണൽ കോപ്പറേറ്റീവ് ബേക്കറി ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനി 1849 ജോയിന്റ് പർച്ചേസ് ഓഫ് ക്യാറ്റിൽ, കന്നുകാലികളെ കൂട്ടമായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ക്രെഡിറ്റ് യൂണിയൻ ആരംഭിച്ചു. അപ്പോൾ അതിന് വായ്പ കൊടുക്കുക ചെയ്യുന്നത്. ഒരാൾക്കല്ല, ഒന്നിലധികം ആൾക്കാർക്ക് വായ്പ കൊടുക്കും. ഇവരെല്ലാം കൂടെ പോയിട്ട് കളക്റ്റീവായിട്ട് ഈ ക്യാറ്റിലിനെ പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്രെഡിറ്റ് യൂണിയൻ 1849 ഈ പറഞ്ഞ റൈഫീസൺ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് ചോദിക്കാൻ പരീക്ഷയ്ക്ക് എന്താണ്? ഫ്ലാമർ ഫീൽഡ് പുവർ പെൻസ് റിലീഫ് സൊസൈറ്റി എന്നുള്ളതാണ്. ഫ്ലാമർ ഫീൽഡ് പുവർ പെൻസ് റിലീഫ് സൊസൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്രെഡിറ്റ് യൂണിയൻ ആണ്. എന്തിനു വേണ്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് പർച്ചേസ് ഓഫ് ക്യാറ്റിൽ, കളക്റ്റീവായിട്ട് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ കന്നുകാലി ചന്തകളിലൊക്കെ പോയിട്ട് കന്നുകാലികളെ കൂട്ടമായിട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി ലോൺ കൊടുക്കുന്ന സ്ഥാപനമാണ് ഈ ക്രെഡിറ്റ് യൂണിയൻ ആയിട്ടുള്ള ഫ്ലാമർ ഫീൽഡ് പുവർ പെൻസ് റിലീഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത റൈഫീസണാണ്. അപ്പോൾ ഇതിൻ്റെ വർഷം 1849 ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നു FW റൈഫീസൺ ഇൻട്രൊഡ്യൂസ്ഡ് ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചോണം. ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി ആരാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ റൈഫീസൺ ആണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ വർഷം 1854 പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും ഇതിനകത്തൊരു ചോദ്യം ഉണ്ടാകും. ഈ ചോദ്യം തന്നെ ചോദിക്കാം. എന്താണ്? FW റൈഫീസൺ 1854 തുടങ്ങിയ സൊസൈറ്റിയുടെ പേര് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ആരാണ് ഈ ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി ജർമ്മനിയിൽ ആരംഭിച്ചതെന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം FW റൈഫീസൺ ആണ്. ഇനി ഈ ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി റൈഫീസൺ ജർമ്മനിയിൽ ആരംഭിച്ച വർഷം ചോദിക്കാം. 1854 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, അടുത്തത് റൈഫീസൺ ഫൗണ്ടഡ് ഫസ്റ്റ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ റൈഫീസന്റെ ആദ്യത്തെ സൊസൈറ്റി വരുന്നത് തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചതൊന്നും പൂർണ്ണമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നില്ല. ഒരു തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് 1862 ഓക്കെ, അപ്പോൾ റൈഫീസൺ ആദ്യത്തെ സൊസൈറ്റി ആരംഭിക്കുന്നത് 1862 അതിൻ്റെ പേര് വില്ലേജ് സൊസൈറ്റി എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? വില്ലേജ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു. വില്ലേജ് സൊസൈറ്റി ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വില്ലേജ് സൊസൈറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചോണം ആരാണ്? റൈഫീസൺ ആണ്. വേറൊരു ചോദ്യമുണ്ട്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് വില്ലേജ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന്റെ ഫൗണ്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോബർട്ട് ഓവൻ ആണ്. ആരാണ്? റോബർട്ട് ഓവൻ ആണ് അല്ലേ? എന്നാണ് നമ്മുടെ ന്യൂ ഹാർമണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോപ്പറേറ്റീവ് കോളനി ആരാ സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ റോബർട്ട് ഓവൻ ആണ്. അപ്പോൾ അതിൻ്റെ പേരാണ് വില്ലേജ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വില്ലേജ് കോപ്പറേറ്റീവ്സ് എന്ന് കേട്ട റോബർട്ട് ഓവൻ ആണ്. വില്ലേജ് സൊസൈറ്റി ഫൗണ്ട് ചെയ്ത ആരാന്ന് വെച്ചാൽ റൈഫീസൺ ആണ്. അത് എന്നാണെന്ന് വെച്ചാൽ 1862 ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അൻഹാൻസൺ എന്ന് പറയുന്ന സ്ഥലത്താണ് വിത്ത് അഗ്രികൾച്ചറലിസ്റ്റ്. അതിൻ്റെ മെമ്പേഴ്സ് ആരാണ്? അഗ്രികൾച്ചറലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് റൈഫീസൺ 1862 വില്ലേജ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തു. ആരാണ് വില്ലേജ് സൊസൈറ്റിയുടെ ഫൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? റൈഫീസൺ ആണ്. എന്നാണ് ഇദ്ദേഹം വില്ലേജ് സൊസൈറ്റി ആരംഭിച്ചതെന്ന് വെച്ചാൽ 1862 എവിടെയാണ് അദ്ദേഹം വില്ലേജ് സൊസൈറ്റി ആരംഭിച്ചതെന്ന് വെച്ചാൽ അൻഹാൻസൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അതിൻ്റെ മെമ്പേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി അഗ്രികൾച്ചറലിസ്റ്റ്. ആരാണ്? കർഷകർക്കായിരുന്നു അവിടെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൂ ഫൗണ്ട് വില്ലേജ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. വില്ലേജ് ബാങ്ക്സ് ഇന്ത്യയിൽ രൂപീകരിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. ആരാണ്? H. ഡ്യൂപ്പർനിക്സ് ആണ് കേട്ടോ. H. ഡ്യൂപ്പർനിക്സ് ആണ് അല്ലേ? ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ബാങ്കുകൾ തുടക്കം കുറിച്ച വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വില്യം വെഡർബേൺ ആണ് അല്ലേ? വില്യം വെഡർബേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞ വില്ലേജ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആരാണ്? റൈഫീസൺ ആണ്. വില്ലേജ് കോപ്പറേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഓവൻ ആണ്. ഇന്ത്യയിലെ വില്ലേജ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്താരാന്ന് വെച്ചാൽ H. ഡ്യൂപ്പർനിക്സ് ആണ്. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ബാങ്കുകൾ തുടക്കമിട്ടാരാന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം വെഡർബേൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
FW റൈഫീസൺ ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യൻ സൊസൈറ്റി ആരംഭിച്ച 1854 അതുപോലെ വില്ലേജ് സൊസൈറ്റിയാണ് റൈഫീസിന്റെ ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. ഇതിനു മുമ്പ് തുടങ്ങിയ ക്രെഡിറ്റ് യൂണിയൻ ഒന്നും എന്തായിരുന്നില്ല, ഒരു പൂർണ്ണ തോതിലുള്ള സഹകരണ സംഘങ്ങളായിരുന്നില്ല. അപ്പോൾ റൈഫീസിന്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വെച്ചാൽ വില്ലേജ് സൊസൈറ്റിയാണ്. അത് തുടങ്ങിയത് 1862 അതുപോലെ അത് തുടങ്ങിയ സ്ഥലം ആൻഹെൻസൺ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിന്റെ മെമ്പേഴ്സ് ആരാന്ന് വെച്ചാൽ ഓൺലി അഗ്രികൾച്ചറലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഓൾ റെസ്പെക്ട്സ്. എല്ലാ അർത്ഥത്തിലും ഈ വില്ലേജ് സൊസൈറ്റി ആയിരുന്നു പൂർണ്ണ തോതിലുള്ള സഹകരണ സംഘം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഫീസൺ ആരംഭിച്ച വില്ലേജ് സൊസൈറ്റി ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ധാരാളം പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിന്റ് പർച്ചേസ്, കന്നുകാലികളെ കൂട്ടമായിട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സംഘങ്ങളുണ്ടായിരുന്നു. ഒരു ക്രെഡിറ്റ് യൂണിയൻ ആയിരുന്നു. അതേപോലെ എന്താണ് ഈ പറഞ്ഞ ബ്രെഡും അതേപോലെ ധാന്യങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു സൊസൈറ്റി ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇതൊന്നും പൂർണ്ണ തോതിലുള്ള ഒരു സഹകരണ സംഘങ്ങളായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാ അർത്ഥത്തിലും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വില്ലേജ് സൊസൈറ്റിയാണ്. അത് ആരംഭിച്ചത് 1862 ആൻഹെൻസൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആരംഭിച്ചത്. അതിൻ്റെ മെമ്പേഴ്സ് ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അഗ്രികൾച്ചർ റൈഫീസ് എന്ന് പറയുമ്പോൾ കൃഷിക്കാർക്ക് വേണ്ടിയാണല്ലോ അദ്ദേഹം സഹകരണ സംഘങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ കർഷകർക്ക് മാത്രമേ അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്നത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എന്താ? ഇൻ 1872 റൈഫീസൺ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് റൂറൽ സെൻട്രൽ ബാങ്ക് അറ്റ് ന്യൂവിറ്റ്, ദ റെനിഷ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഇതൊരു റീജിയണൽ ക്രെഡിറ്റ് യൂണിയൻ ആയിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ജർമ്മനിയിലാണ് ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലോകത്ത് ആദ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ റൈഫീസൺ ആണെന്ന്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടത്. എന്താണ് 1872 ജർമ്മനിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് റൈഫീസൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? റെനിഷ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതായിരുന്നു. ഇതൊരു റീജിയണൽ ക്രെഡിറ്റ് യൂണിയനാണ്. ഇതൊരു യൂണിയനാണ്. കാരണം എന്താ? ഇദ്ദേഹത്തിന്റെ പ്രൈമറി തലത്തിലുള്ള സംഘങ്ങളുടെ എല്ലാം ഒരു യൂണിയനായിട്ടാണ് ഈ പറഞ്ഞ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. ശരിയല്ലേ? പ്രൈമറിയുടെ ഫെഡറേഷൻ അല്ലേ ആരെന്ന് പറയുന്നത്, സെൻട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പ്രാഥമിക തലത്തിൽ തുടങ്ങിയ സംഘങ്ങളുടെ എല്ലാം ഒരു റീജിയണൽ ആയിട്ടുള്ള ക്രെഡിറ്റ് യൂണിയനായിട്ടാണ് ഈ പറഞ്ഞ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇദ്ദേഹം ആരംഭിച്ചത്. അത് വർഷം 1872 ആണ്. 1872 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് റെനിഷ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? റൈഫീസൺ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് റൂറൽ സെൻട്രൽ ബാങ്ക്. റൂറൽ സെൻട്രൽ ബാങ്ക് റൈഫീസൺ 1872 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പേര് റെനിഷ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. അതേപോലെ ഇത് അദ്ദേഹം ആരംഭിച്ചത് 1872 ഇതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇതൊരു റീജിയണൽ ക്രെഡിറ്റ് യൂണിയൻ ആണ് എന്നുള്ളത് മറക്കാതെ പഠിക്കുക. ഓക്കെ, അടുത്തത് ഇൻ 1877 ഗ്രാൻഡ് യൂണിയൻ ഓർ ജനറൽ യൂണിയൻ ഓഫ് ദ റൈഫീസൺ സൊസൈറ്റീസ് വാസ് സെറ്റപ്പ് അറ്റ് ഹെഡസ്ഡോർഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചതിനകത്തെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1877 ഇദ്ദേഹം തുടങ്ങിയ ഗ്രാൻഡ് യൂണിയൻ അല്ലെങ്കിൽ ജനറൽ യൂണിയൻ ഓഫ് ദ റൈഫീസൺ സൊസൈറ്റി. റൈഫീസൺ സൊസൈറ്റികളുടെ ഗ്രാൻഡ് യൂണിയൻ 1877 ഇദ്ദേഹം തുടങ്ങി. പ്രാഥമിക തലത്തിൽ അദ്ദേഹം തുടങ്ങിയ സംഘങ്ങളുടെ എല്ലാം ഒരു ഗ്രാൻഡ് യൂണിയൻ അല്ലെങ്കിൽ ജനറൽ യൂണിയൻ 1877 ആ വർഷം മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. കാരണം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് PYQ. അതുകൊണ്ട് ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പഠിച്ചതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പഠിക്കേണ്ടതാണ് ഈ ഒരു കാര്യവും അല്ലേ. ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യൻ സൊസൈറ്റി, അതേപോലെ വില്ലേജ് സൊസൈറ്റി, അതുപോലെ 1872 ഫസ്റ്റ് റൂറൽ സെൻട്രൽ ബാങ്ക്, അതുപോലെ 1877 ഗ്രാൻഡ് യൂണിയൻ അല്ലെങ്കിൽ ജനറൽ യൂണിയൻ ഓഫ് റൈഫീസൺ സൊസൈറ്റി. അപ്പോൾ 1877 അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാസ് സെറ്റപ്പ് അറ്റ് ഹെഡസ്ഡോർഫ്. അതെവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹെഡസ്ഡോർഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇൻ വിച്ച് അതിലൂടെ എന്താ ചെയ്തത്? പോപ്പുലർ ഫ്രേസ്. അതിലൂടെയാണ് അദ്ദേഹം എന്ത് കോയിൻ ചെയ്തത്? വളരെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ സഹകരണത്തിന് തന്നെ മോട്ടോ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇതാണ് അതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ സഹകരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് സഹകരണത്തിൻ്റെ മോട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ അത് കോയിൻ ചെയ്തത് ആരാണ്? നമ്മുടെ റൈഫീസൺ ആണ്. 1877 അദ്ദേഹം തുടങ്ങിയ ഗ്രാൻഡ് യൂണിയൻ അല്ലെങ്കിൽ ജനറൽ യൂണിയൻ ഓഫ് റൈഫീസൺ സൊസൈറ്റിയുടെ എന്താണ് പ്രഖ്യാപിത മുദ്രാവാക്യമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രേസ് ആണ്.
അപ്പോൾ അത് ബന്ധപ്പെട്ടേക്കുന്നത് റൈഫീസനുമായിട്ടാണ് ബന്ധപ്പെട്ടേക്കുന്നത്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് റിലേറ്റഡ് വിത്ത് റൈഫീസൺ. എന്തുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നു? റൈഫീസന്റെ എന്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ യൂണിയൻ അല്ലെങ്കിൽ ഗ്രാൻഡ് യൂണിയൻ ഓഫ് റൈഫീസൺ സൊസൈറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടേക്കുന്നത്. അത് ആരംഭിച്ചത് ഹെഡസ്ഡോർഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1877 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് മറന്നു പോകുകയും ചെയ്യരുത്. 1877 ഇദ്ദേഹം ഇത് ആരംഭിച്ചത്. ഇതിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ പോപ്പുലർ ആയിട്ടുള്ള ഫ്രേസ് ആയിട്ടുള്ള ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന ആ ഒരു മോട്ടോ ആദ്യമായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. റൈഫീസൺ സിസ്റ്റത്തിന്റെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മൾ റൈഫീസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ റൈഫീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജർമ്മൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് റൈഫീസന്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലിംഗ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം, മറന്നു പോകരുത്. അത് മറക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. 1 മാർക്ക് നമ്മൾ ഉറപ്പിച്ചിരിക്കണം ഈ ഒരു മേഖലയിൽ നിന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് റൈഫീസൺ സൊസൈറ്റിയുടെ പ്രത്യേകതകളാണ് പഠിക്കാൻ പോകുന്നത്. റൈഫീസൺ തുടങ്ങിയ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റൈഫീസൺ സൊസൈറ്റിയുടെ ഷെയറിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ സ്മോളർ വാല്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു റൈഫീസൺ സൊസൈറ്റിയിൽ ഇഷ്യൂ ചെയ്തിരുന്നത്. ഷെയറിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ ഷെയർ ഓഫ് സ്മാളർ വാല്യൂ, ഇതാണ് ആദ്യത്തെ പ്രത്യേകത. റൈഫീസൺ സൊസൈറ്റിയുടെ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സൊസൈറ്റി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ വാല്യൂ റൈഫീസൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്? വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഒരു നോമിനൽ ആയിട്ടുള്ള വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നാമമാത്രമായിട്ടുള്ള വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ അളവിലുള്ള വാല്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു നമ്മുടെ റൈഫീസൺ സൊസൈറ്റി ഇഷ്യൂ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷനിലായിരുന്നു റൈഫീസൻ്റെ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്, അല്ലാതെ വൈഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രവർത്തിച്ച സൊസൈറ്റി ജർമ്മനിയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റൈഫീസൻ്റെ സൊസൈറ്റിയാണ്. അതായത് പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ഇടുങ്ങിയ ഏരിയ ഓഫ് ഓപ്പറേഷനിലായിരുന്നു സംഘം പ്രവർത്തിച്ചിരുന്നത്. വളരെ വലുതൊന്നുമല്ല, വളരെ ചെറിയ ഏരിയ ഓഫ് ഓപ്പറേഷനിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ റൈഫീസൺ ബാങ്ക്സ് വാസ് യൂഷ്വലി ലിമിറ്റഡ് ടു 1 വില്ലേജ് ഓർ പാരിഷ്. പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേക ഏരിയ ആണ്. അപ്പോൾ ആ ഒരു പാരിഷിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ ആയിട്ട് ലിമിറ്റ് ചെയ്തിരുന്നു റൈഫീസൺ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. അപ്പോൾ സംഘത്തിന് എന്തില്ല? വളരെ വലിയ വിപുലമായിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷനിലാണ് റൈഫീസൺ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. ഇനി ലൈബിലിറ്റി നോക്കുമ്പോൾ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരുന്നു റൈഫീസൺ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്. അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിപ്തരഹിത ബാധ്യത നമ്മൾ മലയാളത്തിൽ പറയും. അത് ബാധ്യതയ്ക്ക് പരിധിയില്ല. അപ്പോൾ മെമ്പേഴ്സ് ഇൻ കേസ് സംഘം മൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഷെയർ എടുത്തിരിക്കുന്ന ഷെയർ വാല്യൂവിനകത്ത് നിൽക്കത്തില്ല. അതിൽ കൂടുതലായിട്ട് അവർ വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ പറക്കി എടുത്തുകൊണ്ട് വന്ന് ആ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ബാധ്യത വീട്ടാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ലൈബിലിറ്റിയാണ് നമ്മൾ അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാധ്യതയ്ക്ക് പരിധിയില്ല എന്നുള്ളതാണ്. ഷെയർ എടുത്തിരിക്കുന്ന ഷെയർ വാല്യൂവിനകത്ത് ഒതുങ്ങത്തില്ല ഒരു മെമ്പറിൻ്റെ ലൈബിലിറ്റി. അതിനപ്പുറം അയാൾ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ പറക്കിക്കൊണ്ടുവന്ന് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ സ്ഥാപനമാണോ അതിൻ്റെ ബാധ്യത തീർക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരുന്നു റൈഫീസൺ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്, അല്ലാതെ ലിമിറ്റഡ് ലൈബിലിറ്റി അല്ല. ഓക്കെ, അപ്പം നമ്മൾ 1904 ആക്ട് പഠിക്കുമ്പോൾ 1904 ആക്ട് പ്രകാരമുള്ള നമ്മുടെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മോഡലായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് റൈഫീസൺ മോഡലാണ്. അപ്പോൾ റൈഫീസൺ മോഡലിനകത്ത് എന്താണോ വരുന്നത് അതേ നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് റൈഫീസൻ്റെ സൊസൈറ്റിയുടെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ റൈഫീസൺ ബാങ്ക്സ് അഡോപ്റ്റഡ് അൺലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന് കൂടുതൽ ഉത്തരവാദിത്തം വരുന്നതിന് വേണ്ടി അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി. അപ്പോൾ അൺലിമിറ്റഡ് ലൈബിലിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും? മെമ്പേഴ്സ് വളരെ അച്ചടക്കത്തോടെ പെരുമാറും, അല്ലെങ്കിൽ പ്രവർത്തിക്കും അവിടെ, അല്ലെ വളരെ ജാഗ്രതയോടെ അവിടെ പ്രവർത്തിക്കും, വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. കാരണം ഇൻ കേസ് സൊസൈറ്റി നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ആ ബാധ്യത എല്ലാം തങ്ങളുടെ തലയിൽ വരും എന്നുള്ള ആ ഒരു പേടി കൊണ്ട് അവരെന്ത് ചെയ്യും? വളരെ കാര്യക്ഷമമായിട്ട് അവിടെ അല്ലെങ്കിൽ ഊർജിതമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ മെമ്പേഴ്സിനിടയ്ക്ക് അങ്ങനെ ഒരു കാര്യക്ഷമത കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് സ്വീകരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് മെമ്പർഷിപ്പ്. ഓക്കെ, ഇദ്ദേഹം മെമ്പർഷിപ്പ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്? മെമ്പർഷിപ്പ് വാസ് ഓപ്പൺ ഓൺലി ടു റൂറൽ പോപ്പുലേഷൻ. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ കർഷകർക്ക് മാത്രമായിരുന്നു അദ്ദേഹം മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. അപ്പോൾ റൂറൽ പോപ്പുലേഷനിൽ മാത്രമായിരുന്നു അദ്ദേഹം മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് റെസ്ട്രിക്റ്റഡ് ടു റൂറൽ പോപ്പുലേഷൻ ഓൺലി എന്നുള്ളതാണ് റൈഫീസൺ സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അർബൻ ഏരിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ മെമ്പേഴ്സ്, അർബൻ ഏരിയയിൽ നിന്നും മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള
ആളുകളെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നില്ല റൈഫീസൺ സൊസൈറ്റി എന്നുള്ളതാണ്. ആൻഡ് ദോസ് ഹൂ ബിലോങ്ഡ് ടു ദ പെസൻസ് ക്ലാസ്, അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാമീണ മേഖലയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. ആ ഗ്രാമീണ മേഖലയിൽ തന്നെ പെസൻറ്റ് ക്ലാസ്, അതായത് കർഷകർക്കായിരുന്നു അല്ലെങ്കിൽ കാർഷിക വർഗത്തിനായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്, ഈ പറഞ്ഞ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൈഫീസൺ സൊസൈറ്റി നമ്മൾ പഠിച്ചു എന്താണ്, ഗ്രാമീണ മേഖലയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി പ്രവർത്തിച്ചത് ഗ്രാമീണ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ആ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്. ഒരു വില്ലേജിലോ അല്ലെങ്കിൽ ഒരു പാരിഷിലോ ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മറ്റു പഠിക്കുന്നതാണ് ലയബിലിറ്റിയുടെ കേസ് അൺലിമിറ്റഡ് ആയിരുന്നു മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞു. അതേപോലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മെമ്പർഷിപ്പ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ, റൂറൽ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ആ റൂറൽ പോപ്പുലേഷനകത്ത് തന്നെ കാർഷിക വർഗത്തിനായിരുന്നു അല്ലെങ്കിൽ കൃഷിക്കാർക്ക് മാത്രമായിരുന്നു മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത്. അപ്പോൾ റൈഫീസൻ്റെ സൊസൈറ്റിയിൽ മെമ്പർ ആകണമെങ്കിൽ എന്തായിരിക്കണം, അദ്ദേഹം ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ നിവാസിയായിരിക്കണം. അതേപോലെ അദ്ദേഹം ഒരു പെസൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ കർഷകനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അർബൻ മേഖലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നില്ല, കർഷകർക്ക് മാത്രമായിരുന്നു അദ്ദേഹം മെമ്പർഷിപ്പ് കൊടുത്തിരുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് മേജർ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു റിസർവ് ഫണ്ട്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് ഉണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഭൂരിഭാഗവും എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു, റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ ഡിവിഡൻഡ് ഹണ്ടിങ് ഇല്ല അല്ലെങ്കിൽ ഡിവിഡൻഡിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കിട്ടുന്ന എന്താണോ അത് മുഴുവൻ റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ റിസർവായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് റൈഫീസൺ സൊസൈറ്റിയുടെ സാലിയൻ ഫീച്ചറാണ്, വളരെ വലിയ ഒരു പ്രത്യേകത തന്നെയാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിനെ റൈഫീസൺ സൊസൈറ്റി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ മുഴുവൻ ഭാഗവും മേജർ പോർഷൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 2/3 ഓഫ് ദ പ്രോഫിറ്റിൻ്റെ 1/2 ഭാഗം എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു, എൻഡോമെന്റ് ഫണ്ട് അല്ലെങ്കിൽ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്നുള്ളതാണ് റൈഫീസൺ സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് യൂട്ടിലൈസേഷൻ ഓഫ് ദ ലോൺ. ഈ റൈഫീസൺ സൊസൈറ്റിയിലൂടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ലോൺ, മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാരാണ്, പെസന്റ് ക്ലാസ് ആണ്. ഇവർക്ക് കൊടുക്കുന്ന ലോണിന് എന്തുണ്ടായിരുന്നു, സ്ട്രിക്റ്റ്ലി വാച്ച്ഡ് എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കും, വളരെ നിർബന്ധമായിട്ട് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഈ ലോൺ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാർ ഇത് എന്ത് പർപ്പസിനാണോ എടുത്തേക്കുന്നത് ആ പർപ്പസിന് തന്നെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം റൈഫീസൺ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ആ മെമ്പറിന് മേലുണ്ടായിരുന്നു ലോൺ എടുക്കുമ്പോൾ. അപ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ലോൺസ് വെയർ സ്ട്രിക്റ്റ്ലി വാച്ച്ഡ്. ലോൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും അല്ലെങ്കിൽ നിരീക്ഷിക്കുമായിരുന്നു. എന്തിനാണ്, ആൻഡ് ലോൺസ് വെയർ ഇഷ്യൂഡ് ഓൺലി ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. അതുപോലെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺസംഷൻ പർപ്പസിനൊന്നുമല്ല, പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ഉൽപ്പാദന പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ പ്രക്രിയകൾക്ക് വേണ്ടിയായിരുന്നു ലോൺസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ ഫാമിംഗ് ആണ്, കൃഷിക്ക് വേണ്ടിയാണ് എന്ത് കൊടുത്തിരുന്നത്, വായ്പ കൊടുത്തിരുന്നത്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണ് വായ്പ കൊടുക്കുന്നത്. ഇനി ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം ഉണ്ടായിരിക്കും. ഈ ലോൺ എടുത്തുകൊണ്ട് പോയ ആ പർപ്പസിന്, ആ പ്രൊഡക്റ്റീവ് പർപ്പസിന് തന്നെയാണോ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം ഈ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യൂട്ടിലൈസേഷൻ ഓഫ് ലോൺസ് എന്ന് പറയുമ്പോൾ ആ ലോൺസിനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിരുന്നു, ഒബ്സർവ് ചെയ്തിരുന്നു. ആ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി എടുത്തിരിക്കുന്ന വായ്പ, പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണ് വായ്പ കൊടുക്കുന്നത്. ആ എടുത്തുകൊണ്ട് പോയേക്കുന്ന ലോൺ ആ പ്രൊഡക്റ്റീവ് പർപ്പസിന്, പറഞ്ഞ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനുവേണ്ടി തന്നെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അത് എടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഡിവിഡൻഡ് വാസ് നോട്ട് അലൗഡ്. മേജർ പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റും എങ്ങോട്ടേക്ക്, റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിവിഡൻഡ് കൊടുത്തിരുന്നില്ല. ഡിവിഡൻഡ് നോട്ട് അലൗഡ് ആണ് എവിടെ, റൈഫീസൺ സൊസൈറ്റിയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ വളരെ പ്രധാനമായിട്ടുള്ള വ്യക്തിത്വമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അവിടുത്തെ ഫൗണ്ടർ ആൻഡ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റൈഫീസനെ കുറിച്ചുമാണ്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ സാലിയൻ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. വരുന്ന CSEB എക്സാമിന് എന്തായാലും ഉറപ്പിച്ച് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.